ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ 64-ാമത്തെ പേജിൽ ഫ്രം എ റെയിൽവേ കാരേജ് എന്ന് പറയുന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് പോയറ്റിനെ കുറിച്ചിട്ട് വായിച്ചു നോക്കാം. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ 1894 1850 ജനിക്കുകയും 1894 മരിക്കുകയും ചെയ്ത ഇദ്ദേഹം വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്, പോയറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. അദ്ദേഹം യാത്രാ വിവരണം എഴുതുന്ന അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതുന്ന കവി, നോവലിസ്റ്റ് ഒക്കെയാണ്. സ്കോട്ടിഷ്കാരനാണ് അദ്ദേഹം. ഹീ ഈസ് വെൽ നോൺ ഫോർ ഹിസ് ചിൽഡ്രൻസ് ക്ലാസിക്സ് ടു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസിക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിലൂടെ വളരെ നന്നായി അറിയപ്പെട്ടു. ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ് ആൻഡ് ട്രഷർ ഐലൻഡ്, കിഡ്നാപ്പ്ഡ് ആൻഡ് സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജേക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡി എന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന ഈ കൃതികളൊക്കെയാണ് അദ്ദേഹത്തെ കൂടുതൽ ഫേമസ് ആക്കിയിട്ടുള്ളത്. He also composed music for the flageolet, a kind of kid soprano recorder. അപ്പോൾ ഈ ഫ്ലേജ്ലെറ്റിന് വേണ്ടിയിട്ടും അദ്ദേഹം മ്യൂസിക് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, കമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, നമുക്ക് ഈ കവിതയിലേക്ക് വരാം. ഫ്രം എ റെയിൽവേ കാരേജ്. Children who have traveled by trains would have had an exciting experience. അതായത് നമ്മുടെ തീവണ്ടിയിലൂടെ യാത്ര ചെയ്യുന്ന കുട്ടികൾ, അവർക്കൊക്കെ വളരെ ആവേശോജ്വലമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ആ ട്രെയിൻ യാത്ര നൽകിയിട്ടുണ്ടായിരിക്കുക. ബിസൈഡ്സ് റിതം ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ദി ട്രെയിൻ, ദർ ആർ ദ റഷിംഗ് സീൻസ് ഔട്ട്സൈഡ് ദ വിൻഡോ ടു ലുക്ക് അറ്റ്. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് അല്ലേ, അതിൻ്റെ താളം, അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ട്രെയിനിൻ്റെ ആ ഉള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കുന്ന കാഴ്ചകൾ അവിടെ ഉണ്ടാകും. ഹിയർ ദ പോയറ്റ് പ്രസൻസ് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഓഫ് എ ട്രെയിൻ ജേർണി ഇൻ ദ 19th century. ഇവിടെ നമ്മുടെ ഈ പറയപ്പെടുന്ന ഈ കവി റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന് പറയുന്ന ഈ കവി നമുക്ക് ഈ കവിതയിലൂടെ വിവരിച്ചു തരുന്നത് 19ാം നൂറ്റാണ്ടിലെ ഒരു ട്രെയിൻ യാത്രയുടെ അനുഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ട്രെയിൻ യാത്ര നടത്തിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. Faster than ferries, faster than witches, bridges and houses, hedges and ditches, and charging along like troop in the battle, and charging along like troops in a battle, all through the meadows, the horses and cattle, all of the sides of the hill and the plain, fly as thick as driving rain, and ever again in the wink of an eye, painted stations whistle by. ശ്രദ്ധിക്കുക. ഫാസ്റ്റർ ദാൻ ഫയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. ഫയറീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യക്ഷി. വിച്ചസ് എന്ന് പറഞ്ഞാൽ ദുർമന്ത്രവാദിനി. അപ്പോൾ ഫാസ്റ്റർ ദാൻ ഫയറീസ് യക്ഷിയേക്കാളും വേഗതയിൽ, ഫാസ്റ്റർ ദാൻ വിച്ചസ് ദുർമന്ത്രവാദിനികളെക്കാളും വേഗതയിലാണ് നമ്മുടെ ട്രെയിൻ മുന്നോട്ട് കുതിക്കുന്നത്. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ബ്രിഡ്ജസ് എന്ന പാലങ്ങൾ, ആൻഡ് ഹൗസസ് വീടുകൾ, ഹെജസ്, ഹെജസ് എന്ന് പറഞ്ഞാൽ വേലി, ആൻഡ് ഡിച്ചസ്, ഡിച്ചസ് എന്ന് പറഞ്ഞാൽ തോട്, ഓട എന്നൊക്കെ അർത്ഥം. ഈ ഹെജസ് എന്ന് പറയുന്ന ഈ വേലി അത് മുൾച്ചെടികൾ കൊണ്ട് രൂപപ്പെടുന്ന വേലിയാണ് കേട്ടോ. അപ്പോൾ ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെജസ് ആൻഡ് ഡിച്ചസ്, പാലങ്ങളും വീടുകളും വേലികളും ഓടകളും ഒക്കെ. ആൻഡ് ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ, ഒരു യുദ്ധക്കളത്തിൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പടയാളികൾ എപ്രകാരമാണോ മുന്നോട്ട് ഗമിക്കുന്നത് അതുപോലെ ഈ തീവണ്ടി വളരെ വേഗത്തിൽ മുന്നോട്ട് ഗമിക്കുകയാണ്. അതായത് ചാർജിങ് അലോങ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ചലിക്കുക. ഏത് ട്രൂപ്സ് എന്ന് പറഞ്ഞാൽ സൈനികർ കേട്ടോ. പിന്നെ ബാറ്റിൽ
All through the meadows, the horses and cattle. All through the meadows. Meadows എന്ന് പറഞ്ഞാൽ പുൽമേട്. The horses and cattle. ഈ കന്നുകാലികളും ഈ കുതിരകളുമൊക്കെയുള്ള പുൽമേടുകളും കടന്നാണ് നമ്മുടെ തീവണ്ടി മുന്നോട്ട് പോകുന്നത്. All of the sides of the hill and the plain. പിന്നെയോ ഈ കുന്നുകളും സമതലങ്ങളുമൊക്കെ അല്ലേ, കുന്നുകളും സമതലങ്ങളുമൊക്കെ കണ്ടുകൊണ്ടാണ് അതിലൂടെയൊക്കെ അതിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് നമ്മുടെ ട്രെയിൻ മുന്നോട്ട് ഗമിക്കുന്നത്. ആ ട്രെയിൻ യാത്രയിലൂടെ നമുക്ക് ആ ട്രെയിനിൻ്റെ ഈ ബോഗിയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. കുന്നുകളും മലകളും സമതലങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നത്. ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. അതായത് ഇവിടെ ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ അല്ലേ, അതായത് കനത്ത മഴയിൽ മഴത്തുള്ളികൾ കാറ്റടിക്കുമ്പോൾ ഒരു വശത്തേക്കാണ് അല്ലേ, അത് കാറ്റ് അടിക്കുന്ന സമയത്ത് മഴ പെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുമെന്ത്, ആ കാറ്റിൻ്റെ ഗതിയിലായിരിക്കും ആ മഴത്തുള്ളികൾ വന്ന് വീഴുക. അപ്പോൾ അതുപോലെ തന്നെ കനത്ത മഴയിൽ മഴത്തുള്ളികൾ ചെരിഞ്ഞ് വീഴും പോലെ, അത് ചെരിഞ്ഞ് ഭൂമിയിലേക്ക് ശബ്ദത്തോടു കൂടെ പതിക്കുന്നത് പോലെയാണ് ഈ ട്രെയിന് പോകുന്നത്. ആൻഡ് എവർ അഗെയിൻ ഇൻ ദ വിങ് ഓഫ് ആൻ ഐ പെയിൻറ്റഡ് സ്റ്റേഷൻസ് വിസിൽഡ് ബൈ. അപ്പോൾ ഈ എവർ അഗെയിൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്, ഇൻ ദ വിങ് ഓഫ് ആൻ ഐ എന്ന് പറഞ്ഞാൽ അല്പസമയത്തിനകം എന്ന് പറയില്ലേ, അല്പസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ കണ്ണു ചിമ്മി തുറക്കുന്നതിനുള്ളിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക്. അപ്പോൾ കണ്ണു ചിമ്മി തുറക്കുന്ന അല്ലെങ്കിൽ അല്പസമയത്തിനകം തന്നെ പെയിൻറ്റഡ് സ്റ്റേഷൻസ് വിസിൽഡ് ബൈ, ചൂളം വിളിച്ചുകൊണ്ട് സ്റ്റേഷനുകൾ അത് എന്താണ് കടന്നു പോവുകയാണ് ഈ നമ്മുടെ ട്രെയിന്. ഓക്കെ, ഇനി അടുത്ത വരി നമുക്ക് നോക്കാം. Here is a child who clambers and scrambles, all by himself and gathering brambles. Here is a tramp who stands and gazes, and here is the green for stringing the daisies. Here is a cart run away in the road, lumbering along with man and lord. And here is a mill, and there is a river, each a glimpse and gone forever. Here is a child, ഇവിടെ ഇതൊരു കുട്ടി, വു ക്ലാമ്പേഴ്സ്, അവൻ എന്ത് ചെയ്യുന്നു, ബുദ്ധിമുട്ടി കയറുന്നു. ആൻഡ് സ്ക്രാമ്പിൾസ് എന്ന് പറഞ്ഞാലും പ്രയാസത്തോടെ ചലിക്കുന്നതിനാണ് സ്ക്രാമ്പിൾസ് എന്ന് പറയുക. അപ്പോൾ അവന് ബുദ്ധിമുട്ടി കയറുകയാണ്. ഓൾ ബൈ ഹിംസെൽഫ്, എല്ലാം അവൻ തന്നെ, അവൻ ഒറ്റയ്ക്ക് തന്നെയാണ്. ആൻഡ് ഗാദറിങ് ബ്രാമ്പിൾസ്, അവൻ എന്ത് ചെയ്യുന്നു, ബ്രാമ്പിൾസ് എന്ന് പറഞ്ഞാൽ കറുത്ത പഴങ്ങളുള്ള മുൾച്ചെടി. അപ്പോൾ കറുത്ത പഴങ്ങളുള്ള മുൾച്ചെടിയിൽ നാം ആ പഴങ്ങൾ അവൻ എന്ത് ചെയ്യുന്നു, ഗാദറിങ്, അത് ഒരുമിച്ച് കൂട്ടുന്നു. ഹിയർ ഈസ് എ ട്രാമ്പ്, ഇവിടെ ഇത് ട്രാമ്പ് എന്ന് പറഞ്ഞാൽ നാടോടി, നായാടി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഒരു നാടോടി. ഹൂ സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്, അദ്ദേഹം നിന്നുകൊണ്ട് ഈ വളരെ വേഗതയിൽ പോകുന്ന ഈ ട്രെയിനിനെ തുറിച്ച് നോക്കുകയാണ്, എന്താണ് ഈ സാധനം എന്നുള്ള രീതിയിൽ. ആൻഡ് ഹിയർ ഈസ് ദ ഗ്രീൻ ഫോർ സ്ട്രിങ്ങിങ് ദ ഡൈസീസ്, ഇവിടെ ഗ്രീൻ എന്ന് പറഞ്ഞാൽ പുൽദേശങ്ങൾ, അതായത് പുൽപ്രദേശങ്ങൾ. അപ്പോൾ ഫോർ സ്ട്രിങ്ങിങ് ദ ഡൈസീസ് എന്നാൽ നമ്മൾ ഡൈസി പൂക്കൾ. അപ്പോൾ ആ ഡൈസി പൂക്കൾ ഇങ്ങനെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്, ഹിയർ ഈസ് ദ ഗ്രീൻ, അതായത് പുൽമേടുകളിൽ, ഫോർ സ്ട്രിങ്ങിങ് ദ ഡൈസീസ്, അവിടെ ഡൈസി പൂക്കൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ചരടിലേക്ക് പൂവിനെ കോർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഇരുന്ന് ഈ സ്ത്രീകൾ ചരടിലേക്ക് ഈ ഡൈസി പൂക്കൾ കോർക്കും. അപ്പോൾ ഇവിടെ ഇത് പച്ച വിരിച്ച ആ സ്ഥലത്ത് ഡൈസി പൂക്കൾ എന്താണ് ഈ കോർക്കാൻ വേണ്ടിയിട്ട് അവർ വരിയായിട്ട് നിൽക്കുന്നു. ഹിയർ ഈസ് എ കാർട്ട് റൺ അവേ, ഒരു വണ്ടി ഇതാ, അതായത് ചുമട്ട് വണ്ടി. ഹിയർ ഈസ് എ കാർട്ട്, ഒരു ചുമട്ട് വണ്ടി ഇതാ നോക്കുമ്പോൾ റോഡരികിൽ. റൺ അവേ, അത് എന്ത് ചെയ്യുന്നു, അത് നിയന്ത്രണം വിട്ടിട്ടുണ്ട്. ഇൻ ദ റോഡ്, അതായത് നിരത്തിൽ, റോഡിൽ നിയന്ത്രണം വിട്ട ഒരു
ചുമട്ടുവണ്ടി ഇതാ ലംബിങ് അലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ്. ലംബിങ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടി നീങ്ങുക. ലംബിങ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടി മുന്നോട്ട് നീങ്ങുക എന്നതാണ്. അപ്പോൾ എലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ്, എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്? ആ വണ്ടിയിലുള്ള ലോഡ്, ചുമട്ടുകളും പിന്നെ വസ്തുക്കളും പിന്നെ ആ മനുഷ്യനെയും ചുമന്നുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഹിയർ ഈസ് എ മിൽ, ഇവിടെ ഇതാ ഒരു മില്ല്. ആൻഡ് ദർ ഈസ് എ റിവർ, ഇവിടെ ഇതാ ഒരു റിവർ, അതായത് പുഴ അല്ലെങ്കിൽ നദി. ഈച്ച് ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർവേഡ്. ഈ പറയപ്പെട്ട ഓരോന്നും എന്ത് ചെയ്യുന്നു? ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ ക്ഷണിക ദർശനം എന്നർത്ഥം. അതായത് ക്ഷണിക നേരം കൊണ്ട് തന്നെ, അല്പസമയത്തിനകം തന്നെ ഇതൊക്കെ എന്നേക്കുമായിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെയാണല്ലോ. അതായത് നമ്മുടെ തീവണ്ടിയുടെ ഉള്ളിൽ ഇരുന്ന് പുറത്തേക്കുള്ള കാഴ്ചകളിലേക്ക് നോക്കിയാൽ നമ്മുടെ കാഴ്ചകൾ പുറകിലേക്ക് ഇങ്ങനെ മാഞ്ഞു പോകും അല്ലേ? മുന്നിൽ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ പുറകിലോട്ട് ഇങ്ങനെ നമ്മൾ വകഞ്ഞു മാറ്റിയിട്ട് മുന്നോട്ട് പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ ഒരു അനുഭവമാണ് ഇവിടെ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ നമുക്ക് 19ാമത്തെ നൂറ്റാണ്ടിലുള്ള ട്രെയിൻ യാത്രയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഈ കവിത നിങ്ങൾ പലവട്ടം വായിക്കുക, അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ സ്വയം വെക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഡസ് ദ ട്രെയിൻ മൂവ് ത്രൂ എ വില്ലേജ് ഓർ സിറ്റി? നമ്മുടെ ഈ ട്രെയിന്, തീവണ്ടി, അത് ഒരു വില്ലേജിലൂടെയാണോ അല്ലെങ്കിൽ സിറ്റിയിലൂടെയാണോ, അതായത് ഒരു ഗ്രാമപ്രദേശത്തിലൂടെയാണോ അല്ലെങ്കിൽ ഒരു ടൗണിലൂടെയാണോ, അങ്ങാടിയിലൂടെയാണോ പോകുന്നത്? ജസ്റ്റിഫൈ യുവർ ആൻസർ, നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ എക്സ്പ്രഷൻസ് യൂസ്ഡ് ബൈ ദ പോയറ്റ് ടു ഷോ ദ അമേസിംഗ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ? ഈ തീവണ്ടിയുടെ അത്ഭുതകരമായിട്ടുള്ള വേഗതയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോയറ്റ് ഇവിടെ ഉപയോഗിച്ച എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ് എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ പോയറ്റ് ബ്രിങ് ഔട്ട് ദ ലോക്കോമോട്ടീവ് റിതം ഇൻ ദ പോയം? എങ്ങനെയാണ് നമ്മുടെ കവി ഈ പോയത്തിന് ഒരു തീവണ്ടിയുടെ എൻജിൻ്റെ താളം കൊണ്ടുവന്നത് എങ്ങനെയാണ്? ഈ 3 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതുക. ശ്രദ്ധിക്കുക, നമ്മുടെ ഇനിയുള്ള ഈ ഫ്രം എ റെയിൽവേ കാരേജ് എന്ന് പറയുന്ന ഈ കവിതയുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റികൾ നമ്മൾ വാട്സപ്പിൽ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രൂപ്പിൽ കൈകാര്യം ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും ഗ്രൂപ്പിൽ സജീവമാകണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു.